ഫ്രണ്ട്സ്, ഞാൻ സൈദ അബ്ദുൾ സലാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഈ സൈദാസ് വേൾഡ് എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പം നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് ഒരു നാരങ്ങ വെച്ചിട്ടുള്ള അച്ചാറാണ് ചെയ്യാൻ പോണത്. ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ അച്ചാർ ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാം. ഏറ്റവും സിമ്പിളായിട്ട് അച്ചാർ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സംഭവമാണെന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യാത്ത പല പെണ്ണുങ്ങളുണ്ട്, എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, അച്ചാർ ഇടാൻ പറ്റും എന്നാണ് കാണിക്കുന്നത്. ഇതൊരു നമുക്ക് നാട്ടിൽ എന്ത് സാധനം വെച്ചിട്ടും ഞാൻ ഈ ചെയ്യുന്ന അച്ചാറിടുന്ന ഈ ഒരു മെത്തേഡിൽ ചെയ്യാം കേട്ടോ. അപ്പം മാങ്ങയാണെങ്കിലും ഇപ്പം നല്ല മാങ്ങ സീസണാണ് നാട്ടിൽ, അറിയാം. കണ്ണിമാങ്ങയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതേപോലെ ചെറുനാരങ്ങ, ബീട്രൂട്ട്, പപ്പായ, കൈപ്പങ്ങ, എന്ത് സംഭവം വെച്ചിട്ടും ഇതുപോലെ അച്ചാറിടാൻ പറ്റും. അപ്പം ഞാനിത് ഈ ഒരു നാരങ്ങ എന്ന് പറയുന്നത് നമ്മുടെ അച്ചാർ നാരങ്ങയൊക്കെ പോലെ ഉണ്ട്. ഇതിവിടെ അറബികളുടെ ഡെയിലി യൂസ് ചെയ്യുന്ന അവരുടെ എല്ലാ ഡെയിലി ഭക്ഷണങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു നാരങ്ങയാണ്. അവർ ഒരുപാട് കടകളിൽ നിന്ന് മേടിച്ചുകൊണ്ടുപോകുന്നതാണ് ഇത് തന്ന കടക്കാർ പറഞ്ഞത്, പച്ചക്കറി കടക്കാർ. അപ്പം ഇതൊരു സാലഡ് നാരങ്ങ എന്നൊക്കെ പറയാം. അപ്പം ഇത് വെച്ചിട്ട് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സൈദാസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നാരങ്ങ കട്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പം അത് എങ്ങനെയാണ് നോക്കാം. ഓരോന്നിനെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പം നാട്ടിൽ അച്ചാർ നാരങ്ങ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ബാബുവിൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടെ സൈസ് ഉണ്ടാവും അത്. അപ്പോൾ അതൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് ചെയ്യാം. നമ്മുടെ ചെറുനാരങ്ങ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ഈ എല്ലാ നാരങ്ങയും ഈ ഒരു സൈസിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതിൽ ചെറുതാക്കണമെങ്കിൽ അതിൽ ചെറുതാക്കാം. ഇത് വെച്ച് നമുക്ക് ലൈം ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഇത് വെച്ച് നമുക്ക് ലെമൺ ജ്യൂസ്, ലൈമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നാരങ്ങ കൊണ്ടുള്ള എല്ലാ ഉപയോഗങ്ങളും നമുക്ക് ഇതുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ നാരങ്ങ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ കട്ടിംഗ് ബോർഡ് അന്ന് മൊത്തം വെച്ച് കട്ട് ചെയ്തതാണ്. കട്ടിംഗ് ബോർഡ് 2 കഷ്ണമായി പോയി. അപ്പം ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ചെറുതാക്കാം, ഇതിലും വലുതാക്കിയിട്ട് ഇതിനെ ചെറുതാക്കിയിട്ടൊക്കെ കട്ട് ചെയ്യാം. അപ്പം ഇനി അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. ഞാനിതിനൊന്ന് വായ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അല്ലോ, മരണ പുളിയാണ്, ഭയങ്കര പുളി. പിന്നെ എവിടേക്കും പുളിയെന്ന് പറയാൻ പറ്റില്ല, അത്രയും പുളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കിത് പറയുമ്പോഴേ വായ വെള്ളം വരുന്നുണ്ട്, അത്രയും പുളി ഉണ്ടായിരുന്നു ഞാൻ വായ വെച്ച് നോക്കിയ സമയത്ത്. അപ്പോൾ നമുക്കിതിനെ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഒരു 3-4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഇവിടെ നല്ലൊരു വലിയ കടായിയാണ് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്കിത് കേടുവരാണ്ടൊക്കെ ഇരിക്കാം, 1 വർഷം വരെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണ യൂസ് ചെയ്യാം. അച്ചാർ ഉണ്ടാക്കാനായിട്ട് നല്ലെണ്ണ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് നല്ലെണ്ണ ഇല്ല. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാവശ്യത്തിന് വെളിച്ചെണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് ഇനി ഇതിലേക്ക് ഉലുവ ഇട്ട് മൂപ്പിച്ചെടുക്കാം. അച്ചാറായതുകൊണ്ട് തന്നെ ഉലുവ ഇട്ട് മൂപ്പിച്ചെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാനൊരു ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് അത്രപോരം ഒരു കടുക് ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില പൊടിപൊടിയായി അരിഞ്ഞതിട്ട് കൊടുക്കണം. അപ്പം ഇനിയും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇടേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടത്. പേസ്റ്റ് അല്ല, എൻ്റെ അടുത്ത് ഇപ്പോൾ പേസ്റ്റാണുള്ളത്. നിങ്ങൾ ചോപ്പ് ചെയ്തതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്.
അപ്പോൾ നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പൊടി പൊടിയായി അരിഞ്ഞത് ചോപ്പ് ചെയ്തത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് നല്ല സ്മെല്ലാണ് ഇവിടെയൊക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് അച്ചാർപ്പൊടി കിട്ടുവാണെങ്കിൽ അച്ചാർപ്പൊടി വേണമെങ്കിൽ അച്ചാർപ്പൊടി ഇടാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ചെയ്യാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ അച്ചാർപ്പൊടി ഒന്നുമില്ല. ഞാൻ മുളക് പൊടി വെച്ചിട്ടാണ്, ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ മുളക് പൊടി വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ മുളക് പൊടി ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു സാധനം മറന്നുപോയി. ഇച്ചിരി പച്ചമുളക് പൊടി പൊടി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. ഞാൻ തീ വളരെ ചെറുതാക്കി വെച്ചാണ്. അപ്പോൾ അതും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് മുളക് പൊടി കൂടി ചേർത്തൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എരിക്കനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർക്കണേ. ചിലർ മഞ്ഞൾപ്പൊടി ചേർക്കും, അങ്ങനെയുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഈ മുളക് പൊടി കൂടി ഒന്ന് ഈ എണ്ണയിലിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ്. അച്ചാർപ്പൊടി ചേർക്കണമെങ്കിൽ അച്ചാർപ്പൊടി ഇടാം. നാട്ടിലാണെങ്കിൽ കല്ലുപ്പൊക്കെ ചേർക്കും. കല്ലുപ്പ് ചേർത്ത് ഇങ്ങനെ തിളപ്പിച്ചെടുക്കും, ഇങ്ങനെ മൂപ്പിച്ചെടുക്കും. അപ്പോൾ ഞാൻ ഈ പൊടിയുടെ ഒരു മുളക് പൊടി നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ അടുപ്പിലൊന്നും വെക്കാതെ ഏറ്റവും സിമ്പിളായിട്ട് 1-2 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പി ഉണ്ട്. ബാബുവിൻ്റെ അമ്മ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ BP അങ്ങാടിയിൽ, തിരൂർ BP അങ്ങാടിയിൽ ബാബു ഹോട്ടലുണ്ട് ബാബുവിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ. അങ്ങോട്ടേക്ക് ഉണ്ടാക്കുന്ന അച്ചാർ ഭയങ്കര ഫേമസാണ്. അവിടെ സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും പണ്ട് പഠിച്ചു പോയിട്ടുള്ള കുട്ടികളും ടീച്ചേഴ്സും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പും വിനീഗറും മാത്രമേ ചേർത്ത് കൊടുക്കാനുള്ളതായിട്ടുള്ളൂ. പിന്നെ നമ്മൾ നന്നായിട്ട് നമ്മൾ മേടിക്കാൻ കിട്ടുന്ന അച്ചാറിലൊക്കെ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഉപ്പുണ്ടാവും അല്ലേ. അതെന്താണെന്നറിയോ? കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നതല്ലേ. അപ്പോൾ കുറേ കടകളിലൊക്കെ ഇരിക്കില്ലേ, അവരുടെ സ്റ്റോക്കൊക്കെ ഇരിക്കില്ല. അപ്പോൾ അത് കേടുകൂടാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപ്പ് ചേർക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഈ അച്ചാറിട്ട് വെച്ച കുപ്പിയുടെ മുകളിൽ ഇച്ചിരി ഈ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കും അല്ലേ. പണ്ട് കാലത്തൊക്കെ ചെയ്തിരുന്നതാണ്, വല്യമ്മമാരും മുത്തശ്ശിമാരൊക്കെ ചെയ്തിരുന്നതാണ്. നല്ലെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നതും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അച്ചാറിൻ്റെ മുകളിൽ നമ്മൾ ഇച്ചിരി നല്ലെണ്ണ ഇങ്ങനെ തൂകി കൊടുക്കും. അപ്പം അച്ചാർ ഇങ്ങനെ കേടുകൂടാതെ വർഷങ്ങളോളം ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലിപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളം ഒഴിച്ച് അച്ചാർ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുത്തിട്ട് കുറച്ച് ചാറുണ്ടാവാൻ വേണ്ടിയിട്ട്. നമുക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ അച്ചാറൊന്നും അധികം കൂടുതൽ ഇരിക്കാൻ പോണില്ല. ഇപ്പോൾ ബാബുവിൻ്റെ കൂടെയുള്ള ജോലി ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് അവർ കൊണ്ടുവന്ന് തന്നെയാണ് എനിക്ക് ഈ അച്ചാർ ഇട്ട് തരുമോ ചോദിച്ചിട്ട്. അപ്പം അങ്ങനെയാണ് ഈ അച്ചാറിടുന്നത്. അപ്പം ഈ അച്ചാറൊന്നും ഇത് കുറച്ചല്ലേ ഉള്ളൂ ആകെ. ഇതധികം കൂടുതൽ ഇരിക്കാനും പോണില്ല. ഇട്ട് കഴിഞ്ഞാലും കേടുവരാൻ ചാൻസ് ഒന്നുമില്ല. നമുക്ക് ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയ മിക്സിയുടെ ചെറിയ ഗ്രൈൻഡർ ജാറൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തിളച്ചെടുക്കണം. ഞാൻ ഉപ്പിടാൻ മറന്നിട്ടുണ്ട്, ഉപ്പിടാൻ പോവാണ്. നാരങ്ങ ആയതുകൊണ്ടും നല്ല പുളിയുള്ളതുകൊണ്ടും ഒക്കെ ഞാൻ ഇത്തിരി കൂടുതൽ 2 സ്പൂണ് നിറയെ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് ബാക്കി ഇട്ട് കൊടുക്കാം. വിനീഗറൊക്കെ ഒഴിച്ച ശേഷം, നമ്മൾ സുർക്ക എന്നാണ് പറയുന്നത്.
അപ്പം ഇത് വിനീഗറാണ്. അപ്പം അച്ചാർ ഇടാനൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ എന്താണാവോ ഇത് ഭയങ്കര മഹാസംഭവമാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഇടാണ്ടിരിക്കണ്ട. നോക്കിയപ്പോൾ അടിപൊളി അച്ചാറായി വരുന്നില്ലേ ഇത്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഞാൻ ഒന്നുകൂടി പറയാം, എൻ്റെ ചാനൽ സീതാസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് 1 മാസം പോലും ഇരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. പ്രവാസികളായതുകൊണ്ട് അവർക്ക് ചോറിന് ഇങ്ങനെ തൊട്ടുകൂട്ടാനേ ഉണ്ടാവുള്ളൂ. ഞാനിതിലേക്ക് ഇനി വിനീഗർ ഒഴിച്ചിട്ടില്ല. ഇനി വിനീഗർ ഒഴിക്കാൻ മാത്രമേ ലാസ്റ്റ് പ്രോസസ്സിങ് ഉള്ളൂ. ഇതിപ്പം നല്ല തിളയൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി വിനീഗർ ഒഴിക്കാം. ഇത് നാരങ്ങ ആയതുകൊണ്ട് പുളിപ്പുള്ളത് കൊണ്ടും കൂടുതൽ വിനീഗർ ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലിപ്പോൾ ചാറുണ്ട് അല്ലേ, അത്യാവശ്യം ചാറായി. അപ്പം ഞാൻ ഇച്ചിരി വിനീഗർ ഒഴിച്ചിട്ടുള്ളൂ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഉപ്പ്, മുളക്, എരി, പിന്നെ പുളിപ്പ്, വിനീഗറൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച്, നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളൊക്കെ അച്ചാർ ഉണ്ടാക്കുന്ന ഒരു വേറെ മെത്തേഡൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇതുപോലെ ചെയ്യുന്നവരുണ്ടായിരിക്കും, ഉണ്ടാക്കാത്തവരുണ്ടാവും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും എൻ്റെ ഈ ഒരു സ്റ്റൈലും കൂടി ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇതൊരു നല്ല അച്ചാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിനെ തണുത്ത് കഴിയുമ്പോൾ, ഇപ്പം ഞാൻ രാത്രിയാണിത് ചെയ്യുന്നത്, തണുത്ത് കഴിയുമ്പോൾ നാളെ രാവിലെ എടുത്ത് കുപ്പിയിലാക്കിയിട്ട് അവർക്ക് കൊടുക്കും. ബാബുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബാബുവേട്ടൻ തന്നതാണ് നാരങ്ങ അച്ചാറിട്ട് തരാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നാളെ നേരം വെളുക്കുമ്പോഴേക്ക് നല്ലെണ്ണ ഉണ്ടെങ്കിൽ ഇതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കണേ, കുപ്പിയിലൊക്കെ ആക്കിയ ശേഷം. അപ്പം നാളെ നേരം വെളുക്കുമ്പോഴേക്ക് ഇത് നല്ല ചൂടാറി തണുത്തിട്ടുണ്ടാവും. അപ്പോൾ കുപ്പിയിൽ അടച്ചിട്ട് പിന്നെ നമുക്കിതിനെ എടുത്ത് വെക്കാം. അപ്പോൾ നാരങ്ങ വെച്ചല്ല, മാങ്ങ വെച്ചും പപ്പായ വെച്ചും എല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതേ ഒരു മെത്തേഡിൽ തന്നെ അച്ചാർ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പം ഓക്കെ, അടുത്ത റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരും. അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.